പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. നമ്മൾ 2 ക്ലാസ്സുകൾ ലിസാനുൽ അറബുമായി ബന്ധപ്പെട്ട 2 ക്ലാസ്സുകൾ എടുക്കേണ്ടത്. ആ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചത്, ഒന്ന് അബ്ജദിയായ അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ആ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകൾ ആ ക്ലാസ് കേൾക്കണം. പിന്നെ നമ്മളതിൽ പറഞ്ഞത് അബ്ജദിയായ അക്ഷരങ്ങൾ ആശയം കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. എന്നാൽ ഹജായിയായ അക്ഷരങ്ങൾ, അതാണല്ലോ ലോകത്തിന് ഹജായിയായ അക്ഷരങ്ങൾ രൂപം കൊണ്ട് ഒരുപോലെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടത്. ഹജായിയായ അക്ഷരങ്ങൾ ആ പോലുള്ളത് ഒരേപോലെ സ്ഥലത്ത്, ബ പോലുള്ളത് ഒരേ സ്ഥലത്ത്, പിന്നെ ജീമ് പോലെയുള്ളത് ഒരേ സ്ഥലത്ത്, അതിൽ കാഫും ലാമും മീമും നൂനും മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. അത് കലമനാണ്. ആ KLMN എന്നുള്ളത് അബ്ജദിയായ അക്ഷരങ്ങളിലും പിന്നെ ഹജായിയായ അക്ഷരങ്ങളിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരേ സ്ഥലത്താണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ അബ്ജദിയായ അക്ഷരങ്ങളിലെ ഖറശത്ത്, അതായത് QRST എന്നുള്ള അക്ഷരങ്ങളും ഇംഗ്ലീഷിൽ QRST എന്നുള്ള അക്ഷരങ്ങളും ഖറശത്ത് എന്നുള്ള അക്ഷരങ്ങളും ഒരേ സ്ഥലത്താണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇംഗ്ലീഷിലുള്ള അക്ഷരങ്ങൾക്ക് ചേർത്ത് വെക്കുമ്പോൾ അർത്ഥങ്ങളില്ല. എന്നാൽ അറബിയിൽ ഖറശത്ത് എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ട്, KLMN എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചത്, ഈ രംഗത്തേക്ക് നമുക്ക് താക്കോല് തന്ന കുറച്ച് ആളുകളുടെ പേരുകളും നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഇത് ലിസാനു അബ്ജദിയായ അക്ഷരം, അതായത് ലിസാനുൽ അറബ് എന്ന് പറഞ്ഞ അറബ് എന്ന് പറയുന്ന വാക്ക് എന്താണെന്നും ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും നമ്മൾ വിശദീകരിച്ചു. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു അബ്ജദിയായ അക്ഷരങ്ങൾ, അത് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ജദബ എന്നുള്ള വാക്കിൽ നിന്നാണ്. ജദബ എന്ന് പറഞ്ഞത് ഒന്നും മുളക്കാത്ത ഒരു സ്ഥലമാണ്. അജ്ദബ് എന്ന് പറഞ്ഞ അലിഫ് ജീമ് ദാല് ബാഗ്, അജ്ദബ് എന്ന് പറഞ്ഞാൽ ഖാലിൽ മഅരിഫത്തി വൽ അഖലാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ബുദ്ധി പ്രവർത്തിക്കാത്ത, ജ്ഞാനമില്ലാത്ത വേളയിലാണ് അവനൊരു അജ്ദബാണ് എന്ന് പറയുന്നത്. ഈ അജ്ദബിൽ നിന്നാണ് പിന്നെ അബ്ജദാക്കിയിട്ട് അവനെ കൊണ്ടുപോകുന്നത്. മനസ്സിലായി? അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഒരു സഹോദരൻ മെസ്സേജിലൂടെ സൂചിപ്പിച്ചിരുന്നു, ഹ എന്നുള്ള അക്ഷരം അതിൻ്റെ അർത്ഥതലം പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന്. ഹ എന്നുള്ള അക്ഷരം ഹഫായിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവ്യക്തതയെയാണ് സൂചിപ്പിക്കുന്നത്. അവ്യക്തമായിരിക്കുക, മറഞ്ഞിരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹഫാ എന്നുള്ളതാണ് ഹായിൻ്റെ അർത്ഥം. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മൾ ഈ ഖുർആനിൻ്റെ അധ്യായങ്ങളിൽ 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ കേവലാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 14 അക്ഷരങ്ങളാണ് 29 അധ്യായങ്ങളുടെ മുമ്പിൽ. ആകെ 28 അക്ഷരങ്ങളിലെ 14 അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങളായിട്ട് ഖുർആനിൻ്റെ 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാ മീം, അലിഫ് ലാം മീം സ്വാദ്, ഇങ്ങനെ പോകുന്നത്. അത് മുഴുവൻ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല, അറിയാം എൻ്റെ സഹോദരങ്ങൾക്ക്. ഈ 14 അക്ഷരങ്ങൾ ഉപയോഗിച്ച ഈ 14 അക്ഷരങ്ങളെ നൂറിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വെളിച്ചം. ആ അക്ഷരങ്ങൾ നൂറിൻ്റെ അക്ഷരങ്ങളാണ്. അതിൽ ഉപയോഗിക്കാത്ത 14 അക്ഷരമുണ്ട്. അവയെ ളുൽമത്തിൻ്റെ അക്ഷരങ്ങൾ, ഇരുട്ടിൻ്റെ അക്ഷരങ്ങൾ എന്നുമാണ് അവ അറിയപ്പെടുന്നത്. അതിൻ്റെ സങ്കീർണതകളിലേക്ക് പിന്നീട് നമ്മൾ കടന്നു പോകും.
ഇന്നത്തെ ക്ലാസ്സിൽ അത് കടന്നു പോകുന്നില്ല, അതിലൂടെ നമ്മുടെ വിശദീകരണം പോകുന്നില്ല. കാരണം ഇനി സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ലുഗത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഖുർആനിൽ മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങളുടെ ഒരുപാട് വചനങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ അത് ലുഗത്തിനെ വിട്ട് ലുഗത്തുൽ അറാബികളുടെ അവരാണല്ലോ ഇറാബ് പറയുന്ന ആളുകളാണ്, അതാണ് ലുഗത്തുൽ അറാബിയാണ്. ആ ലുഗത്തുൽ അറാബികളുടെ അവരാണ് ഈ ലുഗത്തിന് ഇറാബൊക്കെ, ഈ ഭാഷക്ക് ഇറാബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാഷ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ആ ലുഗത്തുൽ അറാബിയിൽ നിന്ന് നമുക്ക് ലിസാനുൽ അറബിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ആശയങ്ങൾ എങ്ങനെ വ്യക്തമാകുന്നു എന്നുള്ളത് വിശദീകരിക്കാൻ ഒരു 3-4 ക്ലാസ് അതന്നെ വേറെ വേണ്ടി വരും. അതിൻ്റെ സങ്കീർണതകളിലേക്ക് നമ്മൾ പോകും. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഹാ അവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അവിടുന്നാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നപ്പോൾ ഈ ഹാ ഒക്കെ ഹഫ ആയി കിടക്കുന്ന ഒരു ഇരുട്ട് അവ്യക്തതയിലേക്ക് കൊണ്ടുപോകുന്നതാണല്ലോ എന്നുള്ള ഓർമ്മയിൽ നിന്നാണ് ഞാൻ 14 അക്ഷരങ്ങൾ നൂറിൻ്റെതാണ്. ഈ ഹാ ദുൽമത്തിൻ്റെ അക്ഷരമാണ്, ഇരുട്ടിൻ്റെ അക്ഷരമാണ് ഹാ. എന്നാൽ ഹാ അത് വെളിച്ചത്തിൻ്റെ അക്ഷരമാണ്. കാരണം ഹക്കീക്കത്താണ് അത് ഹക്കീക്കത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നമ്മൾ ഹാ എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്ത്, അല്ലെങ്കിൽ ഈ ഹാ വഹി എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥതലം എന്നുള്ളത് നമ്മൾ ആ അക്ഷരത്തിൻ്റെ അർത്ഥതലം സൂചിപ്പിച്ചപ്പോൾ പറയണ്ടായി. അപ്പോൾ അതാണ് ഞാൻ പറയണത്. ആ തലത്തിൽ ആണ് 14 അക്ഷരങ്ങൾ ലുൽമത്തിൻ്റെയും 14 അക്ഷരങ്ങൾ നൂറിൻ്റെയാണ്. ഈ ഹാ നൂറിൻ്റെ അക്ഷരമായതുകൊണ്ടാണ് ഹാ ഖുർആൻ കേവലാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാം മീം എന്നുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നിന്ന് അബ് എന്നുള്ളതിൽ നിന്ന് ജദ്, ഹവസ്, ഹുത്തി, ഹത്തത്ത് ഞാൻ പറഞ്ഞു. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ എന്ന് പറയാൻ പറഞ്ഞു. ഈ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വാതിലുകളിലൂടെ ആ ജ്ഞാനത്തിന് കീഴ്പ്പെടാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ആ അറിവിൻ്റെ വാതിലുകളിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പറയുന്നത് വഖൂലു ഹിത്തത്തുൻ എന്നാണ്. അതിൻ്റെ വിശദീകരണമൊക്കെ വേറെ പറയുന്നുണ്ട്, അതിൻ്റെ പദാർത്ഥ തലത്തിലും ചരിത്രപരമായിട്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അവിടെ പറയുന്നത് ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് കടന്നു ചെല്ലണമെന്നും പാപമോചനം 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 എന്ന് പറയണമെന്നുള്ളതിന് പകരം പിന്നെ അവർ ഹിന്തത്ത് മാറ്റി ഹിന്തത്ത് എന്നാക്കി പറഞ്ഞ് അവരവിടേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞ വിശദീകരണം വേറുണ്ട്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ പിന്നെ ഖുർആൻ്റെ വിശദീകരണം അല്ല, അപ്പോൾ നമ്മൾ ഈ ലിസാനുൽ അറബിൻ്റെ വിശദീകരണത്തിൽ ആയതുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഹുത്തി എന്നുള്ളത് മഹത്വത്താണ്. ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ടാണ് കലമ, ഈ കലമിലേക്ക് അവന് വരുന്നത്. നമ്മൾ നോക്കൂ, ആശയങ്ങൾ കയറിപ്പോണത് നോക്കൂ നിങ്ങൾ. കലമ, അവന് കലമിലേക്ക് കയറി വരികയാണ്. അതാണ് വൈലൈഹി യസ്അദു അൽ കലിമുത്തയ്യിബു. അള്ളാഹുവിലേക്കാണ് കലിമുത്തയ്യിബ് കയറിപ്പോണത് എന്ന് പറഞ്ഞു. അതാണ് തസാഉദുൽ മആനിയാണ്, ആശയങ്ങളുടെ കയറിപ്പോകലാണ് ഈ അബ്ജദ്. ലിസാനുൽ അറബിൻ്റെ അക്ഷരങ്ങൾ ആശയങ്ങൾ കയറിപ്പോകുകയാണ്. നമ്മൾ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആനിലെ ആയത്താണ് ഞാൻ ഓതിയത്. വഇലൈഹി യസ്അദുൽ കലിമുത്തയ്യിബു എന്ന് പറഞ്ഞത്. കലിമ് അള്ളാഹുവിലേക്കാണ്, നല്ല കലിമ് അള്ളാഹുവിലേക്കാണ് കയറിപ്പോകുന്നത്, ഇലാഹിലേക്കാണ്. നോക്കൂ, കലിമ് കഴിഞ്ഞിട്ട് പിന്നെ നൂനാണ്. നൂൻ എന്താന്ന് ഞാൻ പറയില്ല, കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നവാത്ത്, അവൻ്റെ ഉള്ളിലെ വിത്താണത്. മനുഷ്യത്വം, മാനവികത, ഇൻസാനിയത്ത്. ആ ഇൻസാനിയത്തിൻ്റെ നൂനിലേക്കാണ് കലിമു കയറിപ്പോവുകയാണ് അങ്ങോട്ട്. അതാണ് കലിമ് കഴിഞ്ഞിട്ട് കയറുന്നത് നൂനിലേക്കാണ്. അതാണ് ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു എന്ന് പറയുന്നത്. ഇലാഹിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്.
അതാണ് ഇലാഹിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. ഈ ഇത് എല്ലാവരും പറയും. ചില ആളുകൾ എവിടെ നിന്നോ പറയണ കേട്ടു, മറ്റുള്ളതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഇതെന്ന്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അജ്ഞതയാണ് എന്നുള്ളത് എനിക്ക് അപ്പം തോന്നിപ്പോയി. ഞാൻ സൂചിപ്പിച്ചു, ഈ അക്ഷരങ്ങൾ അബ്ജദ് എന്നുള്ളതിൽ നിന്നാണ് ABCD ഉണ്ടായതെന്ന് പറഞ്ഞു. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ഉണ്ടായത് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവ AB ചേർത്ത അർത്ഥമല്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എന്നിട്ടും പറയണം മറ്റു ഭാഷയിൽ നിന്നാണ് ഇതുണ്ടായതെന്ന്. പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എവിടെ നിന്നാണ് അക്ഷരങ്ങൾ ഉത്ഭവിച്ചു വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ അവിടെ തർക്കത്തിനൊന്നുമില്ല. അപ്പോൾ ലിസാനുൽ അറബ് അല്ലെങ്കിൽ അബ്ജദിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആശയങ്ങളുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അതാണ് കലിമ് കഴിഞ്ഞിട്ടാണ് നൂന് വരുന്നത്. കാഫും ലാമും മീമും കൂട്ടിയാൽ എത്ര കിട്ടുക? 90 കിട്ടുക. കാഫിൻ്റെ വില 20, ലാമിൻ്റെ വില 30, 50 ആയി. പിന്നെ മീമ് 40, അപ്പോൾ 90. 90 സ്വാദിൻ്റെ വിലയാണ്. ഈ സ്വാദ് എന്ന് പറയുന്ന ആലമുൽ മാലൂമാത്താണ്. അവിടെ നിന്നാണ് വിജ്ഞാനങ്ങളെ ക്യാച്ച് ചെയ്യണത്, സ്വൈത് ചെയ്യണത്, വേട്ടയാടി പിടിക്കുന്നത്. ആ വിജ്ഞാനത്തിൻ്റെ ലോകമാണ് സ്വാദ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, കലമ എന്ന് പറയുന്നതും സ്വാദ് എന്ന് പറയുന്നതും തമ്മിലുള്ള ബന്ധം നോക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് കയറിപ്പോകുന്നത് നൂനിലേക്കാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അവൻ്റെ ഇൻസാനിയത്തിലേക്കാണ് അവന് കയറിപ്പോകുന്നത്, ഇലാഹിലേക്കാണ് അവന് കയറിപ്പോകുന്നത്. നുബുവത്തിൻ്റെ പൂർണ്ണത 50-ലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹദീസുണ്ട്, നുബുവത്തിൻ്റെ പൂർണ്ണത 50-ലാണ്. ഞാൻ പറഞ്ഞു അഖിമിസ്സലാത്ത എന്ന് ഖുർആൻ പറയുന്നത് 50 സ്ഥലത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അഖിൽ ഉപയോഗിക്കുന്നില്ലേ എന്ന അഖിലും അതുമായി ബന്ധപ്പെട്ട വാക്കുകളും വന്നിട്ടുള്ളത് 49 സ്ഥലത്താണ്. അഖിൽ പ്ലസ് റൂഹ് ഒന്നേ ഉള്ളൂ. ആ റൂഹും കൂടി കൂടുമ്പോഴാണ് 50 ആകുന്നത് എന്നുള്ളതും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ എവിടേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. നോഹിൻ്റെ കപ്പലിൽ കയറ്റുകയാണെന്ന് ആരോ ഒരാൾ പറഞ്ഞു. ശരിയാണത്. നോഹ് 50 ഹംസീനെ മാറ്റി നിർത്തുകയാണ് അൽഫസനത്തിൽ നിന്ന്, അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ കയറിപ്പോവുകയാണ്. അപ്പോൾ കലിമ് 90, സ്വാദ് 90, അതിൽ ഒരു നൂനും കൂടി കൂടുമ്പോൾ 140. അതന്നെയാണ് ഇൽമ് എന്നുള്ളതിൻ്റെ ആകത്തുകയും. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോഴാണ് അവന് നൂനിൽ. അപ്പോൾ കാഫും ലാമും മീമും നൂനും കൂടി കൂടുമ്പോൾ അതിൻ്റെ വില 140. വില എന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് ഞാനത് പറയാം. 1 മുതൽ 10 വരെയുള്ള അക്ഷരങ്ങളുടെ വില 1 മുതൽ 10 വരെയും, പിന്നത്തെ 9 അക്ഷരങ്ങളുടെ വില 10, 20, 30, 40 അങ്ങനെ 100 വരെയും, പിന്നത്തെ 9 അക്ഷരങ്ങളുടെ വില 200, 300, 400 അങ്ങനെ 1000 വരെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ, സർഫസ്, കറശത്ത്, സഹദ്, ലളിയ എന്ന ഈ അക്ഷരങ്ങൾ എഴുതി ഇങ്ങനെ വില കൊടുക്കുമ്പോൾ അതാണ് ഈ വില എന്ന് പറയണത്. നിങ്ങൾ പിന്നെ തെറ്റിദ്ധരിക്കേണ്ട. എന്ത് വിലയാണ് ഈ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. അതാണ് ആദ്യത്തെ ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം. അപ്പോൾ ഇലൈഹി യസ്അദുൽ കലിം. അപ്പോൾ കാഫ് ലാമ് മീമ് നൂന് എന്ന് പറയുന്നതാണ് 140. ഇൽമ് ഐനിൻ്റെ വില 70, ലാമിൻ്റെ വില 30, മീമിൻ്റെ വില 40. അപ്പോൾ 30 + 40 + 70 = 140. അപ്പോൾ ഒരാൾ അവൻ്റെ ഇൽമിലേക്ക് അവൻ എത്തിപ്പെടുമ്പോഴാണ് അവന് കലമൻ എന്ന് പറയുന്ന ആ നൂനിലേക്ക് എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ കലീമുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സംസാരിച്ച ആളാണ് കലീമ്, കലീമുല്ലാഹി മൂസ. അപ്പോൾ കലീമുൻ എന്ന് പറയുമ്പോൾ
150 അതിൻ്റെ വില. അതിലൊരു യാവും കൂടി കൂടുകയാണ്. കലമൻ എന്നുള്ളതിൽ കാഫ് ലാമ് മീമ് നൂന്, അതിൽ കലീം എന്ന് പറയുമ്പോൾ ഒരു യാവും കൂടി കൂടുമ്പോൾ യാവിൻ്റെ വില 10 150. അലീമുൻ എന്ന് പറഞ്ഞാൽ 150. ഈ ഖുർആൻ എവിടെ നിന്നാണ്? മില്ലദുൻ അലീമിൻ ഹക്കീമാണ്. അലീമിൻ ഹക്കീമിൽ നിന്നാണ് ഈ ഖുർആൻ വരുന്നത്. അപ്പോൾ അലീമും ഇങ്ങനെ എന്താ മാഷി കണക്ക് പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആശയം തുറന്നു കൊടുക്കുന്നുണ്ട്. അനവധി വാക്കുകളിലൂടെ അതിൻ്റെ കണക്കുകളുടെ യോജിപ്പിലൂടെ വലിയൊരു ആശയം തുറന്നു കൊടുക്കുന്നുണ്ട്. ആ മേഖല മാത്രം വിശദീകരിക്കാൻ എനിക്ക് നിങ്ങൾ ഒരു 10 ക്ലാസ് തരണം. ആ മേഖല മാത്രം വിശദീകരിക്കാൻ, ഇതിൻ്റെ ആശയങ്ങളും അവയുടെ വിലയും തമ്മിൽ യോജിക്കുന്ന. ഇപ്പോൾ നമ്മൾ പറയാലുണ്ടല്ലോ, എന്ത് അർറൂഹു എന്ന് പറഞ്ഞാൽ അലിഫ് ലാമ് റാ വാവ് ഹ. അർറൂഹു എന്നുള്ളതിൻ്റെ അതേ അർത്ഥതലം തന്നെയാണ്, അതേ വില തന്നെയാണ് ജിബ്രീൽ എന്നുള്ളതിൻ്റെ വിലയും. അതായത് 245 കിട്ടുക. ഇത് രണ്ടിൻ്റെയും അർറൂഹ് എന്നുള്ളതിന് നമ്മൾ ഈ പറഞ്ഞ വില ഇട്ട് കൂട്ടിയാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അക്ഷരങ്ങളുടെ വിലയാണ് 756. അതേപോലെ തന്നെയാണ് അർറൂഹ് എന്ന് കൂട്ടിയാൽ 245 കിട്ടുക. ജിബ്രീൽ എന്ന് എഴുതിയിട്ട് കൂട്ടിയാലും 245 കിട്ടും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോളൂ. ഇങ്ങനെ 200, 300, 400 ഉദാഹരണങ്ങളെ ചുരുങ്ങിയത് ഞാൻ എൻ്റെ നോട്ടിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കയറിപ്പോവുകയാണ്. അപ്പോൾ അലീമ് കലീമുൻ ഒരേ തലത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ കയറിപ്പോയിട്ട് നിങ്ങൾ നോക്കൂ, പിന്നെ പറയുന്നത് എന്നാണ്. സഅയ് ചെയ്യാനാണ്. വിജ്ഞാനത്തിന് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് സഅയ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോഴാണ് ഫസ് ചെയ്യുക. ഫസ് എന്നുള്ള അക്ഷരത്തിനോട് പിന്നെ ലാമ് കൂടും, ഫസഹ ഹ കൂടും. അങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെ വരും. അത് നമ്മൾ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഫസിലാകുക, വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് സഅ ഫസ്. പിന്നെ ഖർ എന്ന് പറയുന്നതിൽ നിന്നാണ് ഖറഅ ഉണ്ടാകുന്നത്, ഇസ്തിഖ്റാ ഉണ്ടാകുന്നത്, ഖുറൂ ഉണ്ടാകുന്നത്, മുസ്തഖിർ ഉണ്ടാകുന്നത് ഒക്കെ ഈ ഖർ എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ വായിക്കാനാണ് പറയുന്നത്. ഇസ്തിഖ്റാ നടത്താനാണ് ഖർ. വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വിജ്ഞാനത്തിൻ്റെ പരന്നു കിടക്കുന്ന വിജ്ഞാനത്തിൻ്റെ മേഖലകളിലൂടെ കടന്നുപോയി അവയെ ശേഖരിക്കാനും അവയെ കണ്ടെത്താനുമാണ്. തജ്മീഉനും ഇന്തിഷാറുമാണ് ഷത്ത് എന്ന് പറയുന്നത്. അതങ്ങനെ പോകാം. അത് ഇനി നമുക്ക് വഴിയെ പിന്നീട് ഞാൻ ഓരോന്ന് വിശദീകരിക്കാം. അവസാനം ളുഹൂറുൽ ഗൈബിലേക്കാണ് എത്തുന്നത്. അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അവൻ്റെ ഉള്ളിലെ ആ ജ്ഞാനങ്ങളെ, അള്ളാഹുവിൻ്റെ ജ്ഞാനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരലാണ് അവസാനം. അതാണ് ആലിമുൽ ഗൈബാണ് അള്ളാഹു. ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദ എന്ന് പറഞ്ഞത് ഖുർആൻ. ഗൈബിൻ്റെ കൈവശം അവകാശം അള്ളാഹുവിനാണ്. ആ ഗൈബ് അവൻ വെളിവാക്കി കൊടുക്കും. ആർക്ക്? വെളിവാക്കി കൊടുക്കുകയില്ല. ഇല്ലാ മനിർത്തല്ലാ മിൻ റസൂലിൻ, റസൂലുമാർക്കല്ലാതെ, അവൻ തൃപ്തിപ്പെട്ട ദൂതന്മാർക്കല്ലാതെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നതാണ്. അപ്പോൾ അവൻ്റെ ആത്മീയ ജ്ഞാനങ്ങളുടെ രഹസ്യങ്ങൾ അവന് വെളിപ്പെടുത്തി കൊടുക്കുക അവൻ്റെ ദൂതന്മാർക്കാണ് എന്ന് പറയുന്നത്. അതാണ് ഗൈബിൻ്റെ ലുഹൂറാണ് അവസാനം. ഫലാ യുളിഹിറു. നിങ്ങൾ നോക്കൂ, ലാ ഗൈന് അവസാനത്തെ 2 അക്ഷരം. ഇങ്ങനെ കലിമത്ത് ആശയങ്ങളുടെ കയറിപ്പോകലാണ് അബുജദിയായ അക്ഷരങ്ങൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അസില് 2 അക്ഷരമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. റൂട്ട് 2 അക്ഷരമാണ്. റൂട്ട് 2 അക്ഷരമാണ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ അക്ഷരങ്ങൾ വർദ്ധിക്കുമ്പോൾ ആശയങ്ങൾ കൂടുക. ഇപ്പം നബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്?
നൂന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് മക്നൂനാണ്, ജൗഹറാണ്, ഒന്നിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്തയാണ്, അവൻ്റെ കുനിയത്താണ്, അവൻ്റെ എന്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കുനിയത്ത് അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ മക്നൂന്, അവൻ്റെ ഉള്ളിലെ ജൗഹർ എന്താണ്? ഇൻസാനിയത്താണ്, മനുഷ്യത്താണ്. അതാണ് നൂന്. ആ മക്നൂനിനെ ബയാന് പുറത്തേക്ക് വ്യക്തമാക്കി കൊണ്ടുവരലാണ് നബ്. ഇനി ഈ നബിനോട് അക്ഷരങ്ങൾ കൂടുമ്പോൾ അതേതാണോ സൂചിപ്പിക്കുന്നത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരും, ആ ആശയം. ഇങ്ങനെയാണ് ഇതിനുണ്ട്. അപ്പോൾ അസിൽ ഏതാണെന്ന് നോക്കുക, ആ അക്ഷരങ്ങൾ ഏതൊരർത്ഥതലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കുക. ഇപ്പം നബ് എന്നുള്ളതിനോട് അംസ കൂട്ടിയാൽ നബ എന്നാണ്. നബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖബർ, ഒരു വാർത്ത, ഒരു ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവരിക. അതാണ് നബി. മൻ അംബാക്ക ഹാദ എന്ന് പറയില്ലേ, ആ ന്യൂസ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ആരാണ്? അപ്പോൾ ഒരു ഖബറിനെ പുറത്തേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് എന്ത്? നബ എന്ന് പറഞ്ഞു. അപ്പം നബിനോട് അവൻ്റെ ജൗഹറിനെ പിന്നെ ദാഖലിൽ നിന്ന് ഖാരിജിലേക്ക് കൊണ്ടുവരലാണ് നബ് എന്ന് പറഞ്ഞു. ഇനി അതിലൊരു അംസ കൂടിയാൽ അത് ഒരു ഖബറാണ് അവിടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഒരു നബ ഒരു നബത്ത എന്ന് പറഞ്ഞാലോ, നബ പ്ലസ് താവ്. എന്താ നബത്ത എന്ന് പറഞ്ഞാൽ? ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരുന്നതിനാണ് നബത്ത എന്ന് പറയാം. അപ്പോൾ ആ വിത്തിൻ്റെ ഉള്ളിലായിരുന്നു ആ ചെടി അതുവരെ. അത് മണ്ണിലിട്ടപ്പോൾ അത് ഇങ്ങനെ പുറത്തേക്ക് അതിൻ്റെ ജിസ്മ്, അതിൻ്റെ ശരീരം ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം നബ് പ്ലസ് താവ് നോക്കൂ നിങ്ങൾ. ഇത് അതിൻ്റെ പദാർത്ഥ തലം. ഇനി നമ്മളത് ഖുർആനിലേക്ക് കൊണ്ടുവരുമ്പോഴോ, ഖുർആനിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ അല്ലാഹു അമ്പത്തക്കും മിനൽ അർളി നബാത്ത, നമ്മളെ ഈ മണ്ണാവുന്ന ഭൂമിയിൽ നിന്ന് നമ്മളെ ചെടികളായിട്ട് മുളപ്പിച്ചു എന്നാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മുടെ അർളുൻ നഫ്സാണത്. ആ നഫ്സുൽ അർളിൽ നിന്ന് നമ്മളെ ഒരു മനുഷ്യനായിട്ട്, ഒരു മനുഷ്യരൂപമായിട്ട് ഇങ്ങനെ അവന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് അല്ലാഹു അമ്പത്തക്കും മിനൽ അർളി നബാത്ത എന്ന് പറയുന്നത്. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ചെടികളായി മുളപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ നബത്ത്. അതാണ് നമ്മുടെ ഈ മാനവികതയുടെ രൂപം, മനുഷ്യത്വത്തിൻ്റെ രൂപം പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതാണ്. നബ് എന്നുള്ളതിനോട് അക്ഷരം കൂടുമ്പോൾ ഞാൻ പറയുന്നത് അതാണ്. ഇപ്പം നബ എന്ന് പറഞ്ഞ ഉറവ പൊട്ടി ഒഴുകിയെന്നാണ്. അപ്പോൾ നബ് പ്ലസ് അയിന് നോക്കൂ നിങ്ങൾ. അയിനെന്ന് പറഞ്ഞാൽ അരുവി എന്നാണ് അയിന്. അപ്പോൾ ഒരു ജലം, ഇപ്പോൾ നമ്മൾ കിണറൊക്കെ കുഴിച്ചു പോകുമ്പോൾ എന്താ വെള്ളത്തിൻ്റെ ഉറവ് വരാത്തതെന്ന് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറവ് ഉണ്ട്, അത് അതിൻ്റെ ഉള്ളിൽ എവിടെയോ വെള്ളം ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ജൗഹർ അവിടെ അത് മറിഞ്ഞിരിക്കുകയായിരുന്നു. അത് ദാഖിലായിരുന്നു. ആ ദാഖലിൽ നിന്ന് ഖാരിജിലേക്ക്, ആ ജലം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നബ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. നബ് എന്നുള്ളതാണ് അതിൻ്റെ റൂട്ട്. അതിൽ നിന്നാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇനി നബഹ എന്ന് പറഞ്ഞാലോ, ആ അയിന് മാറ്റിയിട്ട് വൈനാക്കിയാലോ, ആ അയിനിനെ മാറ്റി വൈന് നബഹ എന്നാക്കിയ നമ്മുടെ ഉള്ളിലെ ഒരു ചിന്ത, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചിന്ത പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് അവന് നാബികാകുകയാണ്. ആള് നാബിക എന്ന് പറഞ്ഞാൽ നല്ല ചിന്തയും ജ്ഞാനമൊക്കെ ഉള്ള ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നബഹ എന്ന് പറയുന്നത്. ഇപ്പം നബസ എന്ന് പറഞ്ഞ സീനാണ്. ആ നബിനോട് ഒരു സീന് കൂടിയാലോ, ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കെലിമത്തിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് ഒരു വാക്കിന്. എന്നാൽ ആ സീന് മാറിയിട്ട് ഷാന്നായാലോ, നബഷാന്നായാലോ, ഇതൊക്കെ നബ് പ്ലസ് ഷ, നബഷാന്നായാലോ, അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥതലം വരിക? അപ്പോൾ അതിൻ്റെ അർത്ഥതലം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നബഷ
നിങ്ങൾ മാന്തി മുളുമിറായ മറഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ മാന്തി പുറത്തേക്കിടുക. അത് അന്യനെ കുറിച്ചുള്ള കുറ്റങ്ങളായാലും ശരി, അതിനാണ് പറയുക അന്യരുടെ കബറ് മാന്താൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നത്. അതാണ് ഒളിഞ്ഞു കിടക്കുന്ന മുളുമിറായി കിടക്കുന്ന വസ്തുക്കളെ മാന്തി പുറത്തേക്കിടുക. അതാണ് നബഷ എന്ന് പറയുന്നത്. ഇപ്പം നബല എന്ന് പറഞ്ഞാലോ, നബലുൽ കൽബ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, അതിൻ്റെ ഹൃദയമിടിപ്പുകൾ ഒക്കെ പുറത്തേക്ക് വരുന്നതാണ്. അതാണ് നബല. നബലൽ കൽബ് എന്ന് പറയുന്നത്. അത് ഷീന് മാറ്റിയിട്ട് ലാ ആയാലും ഇങ്ങനെ ഇങ്ങനെ നബത്ത അങ്ങനെ പോവും. നബത്താന്ന് നമ്മൾ മുമ്പ് പറഞ്ഞാൽ ബാ പോലുള്ള താവ് മാറ്റിയിട്ട് ത്വാന്നായാൽ അർത്ഥം വേറെയാണ്. അതുപോലെ തന്നെ നബത, ദാല് നബത, പുള്ളിലെ ദാല്. നബത എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ ഉപയോഗിച്ച വാക്കാണത്. നബത ഫരീഖ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കൈനൂനത്തിൽ നിന്നും മറ്റൊരു കൈനൂനത്തിലേക്ക്, ഒരു കിയാനിൽ നിന്നും മറ്റൊരു കിയാനിലേക്ക് എടുത്തെറിയുന്നതിനാണ് ആ പറയണത്. അപ്പം നോക്കുന്നു, നമ്മൾ ഒരു വാക്കുകളുടെ മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അസില്, ആ അസിലിൽ മറ്റക്ഷരങ്ങൾ ചേരുമ്പോൾ, അത് ഞാൻ ഖുർആനിലെ ആണും പെണ്ണും എന്നുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. നെസ് എന്നുള്ള വാക്ക്, നെസ് എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുക എന്നാണ് അതിൻ്റെ ആ രണ്ടക്ഷരങ്ങളുടെ. ആ രണ്ടക്ഷരങ്ങൾ അതിൻ്റെ ജൗഹറിൽ നിന്ന്, സത്തയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോഴാണ് അത് നെസ്സാകുന്നത്. ഇനി അതിനോട് നെസിൽ കയറുമ്പോൾ, നെസബ് കയറുമ്പോൾ, നെസ് പ്ലസ് ബാ ആകുമ്പോൾ നെസബ്, തറവാട് എന്നൊക്കെ നമ്മൾ, തറവാടുകൾ ഓരോന്നും വർദ്ധിക്കുക. നെസിൽ മനുഷ്യ പരമ്പര വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നെസജ് ഒരു വല നെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണ്ണികൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഓരോന്നും നമ്മൾ അതവിടെ വിശദീകരിക്കേണ്ടായി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തലങ്ങൾ അങ്ങനെയാണ് പോണത്. ഇനി വാക്കുകളുടെ യോജിപ്പ് വിശദീകരിക്കാനുണ്ട്. വാക്കുകളുടെ യോജിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നബിയുടെ ആകാശയാത്ര വിശദീകരിച്ചുകൊണ്ട് ഒരു ക്ലാസ് ഇടുന്നുണ്ട്. അതിൽ ബറക്ക എന്ന് പറഞ്ഞു. ബറക്ക എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ വെളിച്ചമാണ്. ആ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലൂടെ അതാണ് അതിൽ കയറിപ്പോകുന്നതാണ് അവൻ്റെ ബുറാക്ക് എന്ന് പറഞ്ഞു. ആ ബുറാക്കിൽ കയറിപ്പോകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക് ഒരേ അക്ഷരങ്ങൾ, നിങ്ങൾ നോക്കൂ, ഒരേ അക്ഷരങ്ങൾ ആണ് വരുന്നത്. അതിനി മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കുക. അപ്പോൾ റൂഹ്, ഹൂറുൽ ഐൻ എന്നൊക്കെ പറഞ്ഞില്ലേ, റൂഹ്, ഹൂറ്, ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ. റമല, ലമിറ, ലറമ, മറല, ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, അത് മാത്രമായിട്ട് വേറൊരു ക്ലാസ് എടുക്കാം. തൽക്കാലം ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇനി 5 ഒതുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. 5ലും 10ലൊന്നും ഒതുങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. സലാം.